വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. രാമായണത്തിൽ ആരണ്യകാണ്ഡമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാമായണം അതിമനോഹരമായ ഒരു ഗ്രന്ഥം. ഓരോ കഥാപാത്രവും ശ്രീരാമചന്ദ്രമൂർത്തിയെ, ഭഗവാനെ എങ്ങനെ സേവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സേവനത്തിൽ ഒരു ത്യാഗമനോഭാവം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കലികാലത്തിലുള്ള ഭക്തിക്കും രാമായണത്തിൽ സൂചിപ്പിക്കുന്ന ഭക്തിക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. കലികാലത്തിൽ നമ്മളെല്ലാവരും ഈശ്വരനെ ഭജിക്കും, പ്രാർത്ഥിക്കും. എന്നാൽ അതേ സമയം നമ്മുടെ കയ്യിലുള്ളത് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തത്തില്ല. ഇനി മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഭക്തിയിൽ തന്നെ പോകുന്നത് നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഭഗവാൻ സംരക്ഷിക്കണം എന്ന ആഗ്രഹത്തോടാണ്. എൻ്റെ അസുഖങ്ങൾ മാറണം, എൻ്റെ പണം സമ്പത്ത് നഷ്ടപ്പെടാതെ ഇരിക്കണം, എൻ്റെ കുടുംബവും ഞാനും നല്ല ഒരു ഗതിയിലെത്തണം. ഇതൊക്കെ മനസ്സിൽ വച്ചിട്ടാണ് നമ്മൾ ഭക്തി പുലർത്തുന്നത്. ഇത് കലികാലം. പക്ഷേ രാമായണ കാലത്ത് എങ്ങനെയെന്ന് വെച്ചാൽ, എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ഒരു ഭക്തി. ആ ഭക്തിക്ക് വേണ്ടി അവരുടെ സർവസ്വവും ത്യാഗം ചെയ്യുക. ലക്ഷ്മണൻ തൻ്റെ ഗൃഹസ്ഥ ആശ്രമം വിവാഹം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ കയ്യോടെ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി 14 വർഷം ഒന്നും നോക്കാതെ ലക്ഷ്മണ കാട്ടിൽ പോയി. ഭരതൻ 14 കൊല്ലം അയോധ്യയുടെ പുറത്ത് നന്ദിഗ്രാമത്തിൽ ഒരു വലിയ കുഴിയെടുത്ത് കുഴിക്കകത്ത് താമസിച്ചു. പിന്നെ സീതാദേവിയുടെ ജീവിതം പ്രത്യേകിച്ച് പറയേണ്ട, മുഴുവനും ത്യാഗമായിരുന്നു. അപ്പം അവിടുത്തെ ഭക്തിക്കും ഇന്ന് നമ്മൾ പുലർത്തുന്ന ഭക്തിക്കും വലിയ വ്യത്യാസം. ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഭക്തി ചെയ്യുന്നത്? നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. പക്ഷെ രാമായണ കാലത്തുള്ള ഭക്തി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്തും ത്യജിക്കും. അവരുടെ കുടുംബം, സുഖം, രാജ്യാവകാശം എല്ലാം ത്യജിച്ച് ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിക്കും. ലക്ഷ്മണ എന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്മി മാതാവിൻ്റെ പാത പിന്തുടരുന്നവൻ എന്നാണ്. ലക്ഷ്മിയോട് സംബന്ധം ഉള്ളവൻ. ലക്ഷ്മി ദേവി എങ്ങനെയെന്ന് വെച്ചാൽ, യാതൊരു അവകാശമോ ഒന്നും തന്നെ ആവശ്യപ്പെടാതെ സദാസമയം ശ്രീമൻ നാരായണന്റെ പാദസേവ മാത്രം, ഭഗവാന്റെ പാദസേവ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ലക്ഷ്മി തുളസിയെടുത്ത് പ്രാർത്ഥിക്കുന്നു, തുളസി
എനിക്ക് പോലും ഭഗവാന്റെ പാദം സേവിക്കാൻ പലപ്പോഴും കിട്ടാറില്ല. ഭഗവാൻ അവതാരം എടുത്തു പോകുമ്പോഴും മറ്റ് ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും എനിക്ക് ആ പാദം സേവിക്കാൻ കിട്ടാറില്ല. പക്ഷെ നീയോ സദാസമയം ഭഗവാന്റെ പാദത്തിൽ തന്നെ നിന്റെ വാസം, തുളസിയുടെ വാസം. അതുകൊണ്ട് നീ അനുഗ്രഹിച്ചാൽ എനിക്കും സദാസമയം ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒരു ചെറിയ കണികയായിരിക്കാൻ സാധിക്കും എന്ന് ലക്ഷ്മിദേവി തുളസിയെ നോക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോ അങ്ങനെ ലക്ഷ്മി മാതാവിൻ്റെ, ലക്ഷ്മിദേവിയുടെ പാത പിന്തുടരുന്ന പോലെ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തൃപ്പാദങ്ങൾ വിട്ടിട്ട് തനിക്കൊരു അസ്തിത്വമില്ല. ലക്ഷ്മണനും ഭഗവാനാ. പക്ഷെ ലക്ഷ്മണൻ സേവനം അനുഷ്ഠിക്കുന്ന ഭഗവാൻ, ശ്രീരാമചന്ദ്രമൂർത്തി സേവനം സ്വീകരിക്കുന്ന ഭഗവാൻ. അങ്ങനെ ലക്ഷ്മി മാതാവിനെ പോലെ ഭഗവാനെ സേവിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലക്ഷ്മണ, ലക്ഷ്മിയുടെ ബന്ധമുള്ള ആൾ എന്ന പേര്. ഭരതൻ, ഭരതൻ എന്ന വാക്ക് ഭാരം എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭാരം, എന്താ ഭാരം? ഒരു തെറ്റും ചെയ്യാതെ 14 വർഷം ആ ചീത്തപ്പേര് ചുമക്കേണ്ടി വന്നു ഭരതൻ. ആ ഒരു ഭാരം ഭഗവാന്റെ പ്രീതിക്കായിട്ട്. നമ്മുടെ ജീവിതങ്ങളിലും നമ്മളും പലരും ചെയ്യാതെ തെറ്റിന് പഴിച്ചൊല്ല് കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഒരു തെറ്റ് മനസാ വാചാ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ അങ്ങനെ തെറ്റു ചെയ്തു എന്ന് മറ്റുള്ളവർ പഴിച്ചൊല്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പൊട്ടിത്തെറിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യും. ഭരതൻ ആ ഒരു ചീത്തപ്പേര്, എല്ലാവരും ഭരതനെ നോക്കി പറഞ്ഞു. അമ്മയും മകനും ചേർന്ന് ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയച്ചു. ഭരതാ, നിനക്ക് രാജ്യത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നല്ല, രാജ്യാവകാശം വേണം എന്നുണ്ടായിരുന്നെങ്കിൽ അത് പ്രഭുവിൻ്റെ അടുത്ത്, ശ്രീരാമൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അദ്ദേഹം തരുമായിരുന്നല്ലോ. ഈ ചതിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഭരതനെ വാക്കുകൾ കൊണ്ട് പ്രജകൾ വേദനിപ്പിക്കുമായിരുന്നു. ആ പഴിച്ചൊല്ലും 14 കൊല്ലം ഏറ്റെടുത്തു. ഒരു ശരിക്കുമുള്ള ആത്മീകവാദി ചില സമയം ഇതുപോലെ ചീത്തപ്പേര് വരുമ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തൻ്റെ കർമ്മമാണ്, അല്ലെങ്കിൽ തന്നെ ഭഗവാൻ ഉയർത്താൻ വേണ്ടി തരുന്ന ഒരു പരീക്ഷണമാണ് എന്നത് ശരിയായ രീതിയിലെടുത്ത് മൗനം പാലിച്ച് മുന്നോട്ട് പോകും. എതിർക്കുകയില്ല. തൻ്റെ കാര്യം ഒന്ന് വ്യാഖ്യാനിക്കും, വിശദീകരിക്കും. പക്ഷെ അത് മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ അതങ്ങനെ വിടും. അങ്ങനത്തെ ഒരു ഭാരം 14 കൊല്ലം ഭരതൻ ചുമന്നു. ഇവരെല്ലാവരും തന്നെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ സേവനത്തിനായി ത്യാഗം ചെയ്യുന്ന വ്യക്തികളാണ്. അതേപോലെ വാൽമീകി രാമായണത്തിൽ ആ ഒരു ചെറിയ ഭാഗമില്ല. എന്നാൽ തുളസീദാസരുടെ രാമചരിതമാനസത്തിൽ ആ ഒരു ചെറിയ ഭാഗമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇന്നും നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അവരെ ത്രിജട അല്ലല്ലോ, ഈ ആണുമല്ല പെണ്ണുമല്ല നപുംസകന്മാർ, അവർക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും വടക്കേ ഇന്ത്യയിലുണ്ട്. ഒരു വീട് പാല് കാച്ചോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചടങ്ങുകളോ പിറന്നാളോ വിവാഹമോ, ഇവരെ ആദ്യം വിളിച്ചിട്ട് അവർക്ക് കുറച്ച് സമ്മാനവും പൈസയും ഭക്ഷണമൊക്കെ കൊടുക്കും. അവരെ ഒന്ന് ആദരിക്കും ആദ്യം. അവരെല്ലാം വീടുകളിൽ വന്നിട്ട് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ഭക്ഷണം കഴിച്ച് പൈസയും ദക്ഷിണയൊക്കെ മേടിച്ചിട്ട് പോകുന്ന ഒരു പതിവ്. അത് രാമചരിതമാനസത്തിൽ തുളസീദാസർ വിവരിക്കുന്നു. ഈ 14 വർഷം ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിൽ പോയ സമയത്ത് അയോധ്യവാസികളെല്ലാം പുറകെ പോയി.
എല്ലാവരും കരച്ചിലും ബഹളവുമായിരുന്നു. കുഞ്ഞുങ്ങള്, സ്ത്രീകള്, വയസ്സായ ബ്രാഹ്മണന്മാർ. ഈ വയസ്സായ ബ്രാഹ്മണരെല്ലാം രണ്ട് കൈയും തൂക്കിക്കൊണ്ട് രാമാ രാമാ എന്ന് നിലവിളിച്ച് പുറകെ ഓടുകയായിരുന്നു. പോകരുത് രാമാ. കാരണം അവർക്ക് ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിൽ പോയപ്പോൾ അവരുടെ ഹൃദയത്തിലിരുന്ന് പ്രാണനെ പറിച്ചെടുത്ത ഒരു വേദന ഉണ്ടായി. നടക്കാൻ പറ്റുന്നില്ല. നല്ല പ്രായമുള്ള ബ്രാഹ്മണരാ. രാമാ രാമാ എന്ന് നിലവിളിച്ച് പുറകെ ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ആദ്യം തേരാളിയെടുത്ത് പറഞ്ഞു, സുമന്ത്രൻ്റെ അടുത്ത് പറഞ്ഞു, രഥം നിർത്തേ ചെയ്യണ്ട, തിരിഞ്ഞു നോക്കണ്ട, നേരെ വനത്തിലേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇവരൊക്കെ നടന്നു വരുന്നതും നിലവിളിക്കുന്നതും കണ്ടപ്പോൾ രഥം നിർത്താൻ പറഞ്ഞു ശ്രീരാമചന്ദ്രമൂർത്തി രഥത്തിലിരുന്ന് താഴോട്ട് ഇറങ്ങി. ഇവരുടെ കൈകളെല്ലാം കോർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഭരതൻ, ഞാൻ നിങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ഭരതൻ നിങ്ങളെ നോക്കിക്കോളും, ആരും വിഷമിക്കണ്ട. 14 വർഷം കഴിഞ്ഞ് അടുത്ത രാവിലെ സൂര്യോദയത്തിന് ഞാൻ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തു. സ്ത്രീകളെല്ലാം ഭർത്താക്കന്മാരെ ശപിക്കുകയാണ്. അയോധ്യയിൽ ഒരു പുരുഷനുമില്ല, നിങ്ങളെല്ലാം ആൺവേഷം ധരിച്ചവരാണ്, നിങ്ങൾ ആണുങ്ങളല്ല. ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ലക്ഷ്മണൻ. പോകുന്നത് കണ്ടില്ലേ പ്രഭുവിനോടൊപ്പം. നിങ്ങളൊക്കെ എന്തിനാ വീട്ടിലിരിക്കുന്നത്? ചെന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ രാമനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങളും വനത്തിലേക്ക് പോകൂ എന്ന് സ്ത്രീകൾ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇവരെല്ലാവരും വന്ന് അഹോരാത്രം രഥത്തിൻ്റെ പുറകെ തന്നെ ചെന്നു. വനത്തിലേക്ക് എത്തിയ ശ്രീരാമചന്ദ്രമൂർത്തി തേരാളിയെടുത്ത് പറയുന്നു, പുലർച്ചയ്ക്ക് എണീറ്റ് എല്ലാവരും അന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഗംഗാതീരത്ത് ഒന്ന് വിശ്രമിച്ചു. പുലർച്ചയ്ക്ക് എണീറ്റ്, മറ്റുള്ളവരെല്ലാം കണ്ണു തുറന്നിട്ടില്ല, എല്ലാവരും ക്ഷീണത്തിൽ മയങ്ങിക്കിടക്കുക. ആ ഇരുട്ടിൽ ശ്രീരാമചന്ദ്രമൂർത്തി എണീറ്റിട്ട് തേരോട്ടിയെടുത്ത് പറഞ്ഞു, തേരാളിയെടുത്ത് രഥവും എടുത്തിട്ട് രാവിലെ പല മാർഗം തെറ്റിച്ച്, വഴി തെറ്റിച്ച് നീ അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു പോ. എന്തിനാ? രാവിലെ ഈ പ്രജകളെല്ലാം എണീറ്റിട്ട് ആ രഥത്തിൻ്റെ പാത പിന്തുടർന്ന് അവർ പോകും, അവരും അയോധ്യ എത്തിക്കോളും എന്നൊക്കെ പറഞ്ഞു. മുമ്പത്തെ ദിവസം രാത്രി ശ്രീരാമചന്ദ്രമൂർത്തി അയോധ്യവാസികളെടുത്ത് പറഞ്ഞു, ബ്രാഹ്മണരെ, സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാവരും തിരിച്ചു പോയിക്കോളും, ആരും തന്നെ ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, എല്ലാവരും തിരിച്ച് അയോധ്യ പോയിക്കോളും. 14 വർഷ വനവാസം കഴിഞ്ഞ ഉടനെ ഞാൻ വരാം. അപ്പോൾ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു ആണും അല്ലാത്ത പെണ്ണും അല്ലാത്ത ഒരു നപുംസകൻ ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തി വിചാരിച്ചത് ശ്രീരാമചന്ദ്രമൂർത്തി ബ്രാഹ്മണരെടുത്ത് സംസാരിച്ചു, സ്ത്രീകളെടുത്ത് സംസാരിച്ചു, കുഞ്ഞുങ്ങളെടുത്ത് സംസാരിച്ചു, പുരുഷന്മാരെടുത്ത് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് ഓരോരുത്തരടുത്തും പറഞ്ഞു തിരിച്ചു വരാം. എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ ഗംഗാതീരത്ത് തന്നെ 14 കൊല്ലം ആ വ്യക്തി കാത്തിരുന്നു. ശ്രീരാമന്റെ മടക്ക് യാത്ര തിരിച്ചു വരവിനായിട്ട് കാത്തിരുന്നു. 14 വർഷം കഴിഞ്ഞ് വന്ന ശ്രീരാമചന്ദ്രമൂർത്തി ആ വ്യക്തിയെ കണ്ടിട്ട്, എന്താ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത്രയും കാലം ഇവിടെ തന്നെ ആയിരുന്നോ? നീ എന്താ തിരിച്ചു പോകാത്തത് എന്ന് കണ്ണുകൾ നിറഞ്ഞുപോയി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അന്ന് പ്രഭു എല്ലാരെക്കുറിച്ചും സംസാരിച്ചു, എന്നെക്കുറിച്ച് മാത്രം ഒരു അക്ഷരം മിണ്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ആ വിഷമത്തിൽ ഞാൻ ഇവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു. അപ്പം ശ്രീരാമചന്ദ്രമൂർത്തി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്തു, നിന്നെക്കുറിച്ച് പറഞ്ഞില്ല. ഇനി ഭാവിയിൽ എന്ത് മംഗളകർമ്മം, ചടങ്ങുകൾ, പൂജാവിധാനങ്ങൾ എന്ത് നടന്നാലും നിനക്കായിരിക്കും ആദ്യം സൽക്കാരം, ദക്ഷിണ കൊടുത്ത് നിന്നെ ആയിരിക്കും ആദ്യം ആദരിക്കുക
എന്ന് അനുഗ്രഹിച്ചതായിട്ട് ചെറിയ ഒരു കഥ വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട്. രാമചന്ദ്രമൂർത്തി ഭഗവാന്റെ ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ ഒരു വിശിഷ്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തൻ ചെയ്യുന്ന ചെറിയ സേവനത്തിനെ പോലും അതിനെ കണക്കിലെടുത്ത് അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സേവനങ്ങൾ ഭക്തർ ചെയ്താൽ പോലും അതിനെല്ലാം എടുത്ത് അവർക്ക് വലിയ അനുഗ്രഹം കൊടുക്കലാണ് ഭഗവാന്റെ പദ്ധതി. അങ്ങനെ ഇവർ 14 കൊല്ലം വനത്തിൽ ചെന്നു. ശ്രീരാമചന്ദ്രമൂർത്തി അതൊരു നീണ്ട പരീക്ഷണമായിരുന്നു. പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖമില്ല. പക്ഷേ നമ്മളെപ്പോലെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സുഖദുഃഖം മാറി മാറി വരും. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നത് പോലെ വേനൽക്കാലവും മഴക്കാലവും മാറി മാറി വരുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും സുഖവും ഉണ്ടാകും ദുഃഖവും ഉണ്ടാകും. ഇത് രണ്ടും മാറി മാറി വരും. ഇതിന് യാതൊരു മാറ്റവുമില്ല. സുഖവും സ്ഥിരമല്ല, ദുഃഖവും സ്ഥിരമല്ല. സുഖം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്ന അതിലർത്ഥമില്ല. ഇത് രണ്ടും സ്ഥിരമല്ല. ഇത് രണ്ടും നമ്മളെ വിട്ട് മാറിപ്പോകും. 14 വർഷം ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിലേക്ക് പോയി. സീതാദേവിയെടുത്ത് രാമചന്ദ്രമൂർത്തി പറയുന്നു, ജാനകി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് നമ്മുടെ തപസ്യകാലമായി വിചാരിച്ചാൽ മതി. ഇവിടെ ഈ വനത്തിലുള്ള ഈ 14 വർഷം നമ്മൾ പലതരത്തിലുള്ള തപസ്യകൾ ചെയ്ത് അതിനുള്ള സിദ്ധികളും അനുഗ്രഹങ്ങളും നേടുക. ഇതൊരു തപസ്യകാലമായി വിചാരിച്ചാൽ മതി. ഈ തപസ്യ നമുക്ക് ഭാവിയിൽ പ്രയോജനപ്പെടും. ഇതേപോലത്തെ ഉപദേശമാണ് മഹാഭാരതത്തിലും. 12 വർഷം പാണ്ഡവർ വനത്തിലേക്ക് പോയപ്പോൾ വിതുരർ പറഞ്ഞു, ഇതിനെ ഒരു തപസ്യകാലമായി കരുതിയാൽ മതി. തപസ്യകൾ ചെയ്ത് പല അമാനുഷ്യമായ ആയുധങ്ങൾ നേടാനുള്ള കാലമായി ഇതിനെ കരുതിയാൽ മതി. അങ്ങനെ പാണ്ഡവർക്ക് വിതുരർ ഉപദേശിച്ചു. അപ്പൊ സീതാദേവി ശ്രീരാമചന്ദ്രമൂർത്തി എടുത്ത് പറഞ്ഞു, എനിക്ക് യാതൊരു വിഷമവുമില്ല. അങ്ങോട്ടുള്ള കിട്ടിയ എനിക്ക് സമയം വലിയ സന്തോഷമാണ്. ഈ 14 വർഷം വനത്തിലേക്ക് നമ്മളെ കൈകേയി മാതാ പറഞ്ഞു വിട്ടതിന് ഞാൻ നന്ദി പറയുക. കാരണം അയോധ്യയിലുള്ളപ്പോൾ പൂർണ്ണമായും അങ്ങേ എനിക്ക് കിട്ടാറില്ല. ദിവസം ബ്രാഹ്മണര് കാണാൻ വരും, ഋഷിമാര് കാണാൻ വരും, മുനിപുത്രന്മാര് വരും, പ്രജകൾ വരും. സദാസമയവും നിങ്ങൾ കർത്തവ്യത്തിനായിട്ട് അവരെ കൂടെ തന്നെ സമയം ചെലവാക്കുക. എനിക്ക് പ്രഭുവിനോടൊപ്പം അല്പം സമയം പോലും കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ വനത്തിൽ ആരും നമ്മളെ ശല്യപ്പെടുത്താനില്ല. ഈ 14 വർഷവും എനിക്ക് സന്തോഷമായി വനത്തിൽ അങ്ങോടൊപ്പം ചെലവാക്കാം എന്നൊക്കെ വളരെ സന്തോഷകരമായി സീതാദേവി പറഞ്ഞു. സീതാദേവിക്ക് വനത്തിലുള്ളതിൽ യാതൊരു വിഷമവുമില്ല. അതേസമയം ലക്ഷ്മണൻ വനത്തിലേക്ക് വന്നപ്പോൾ സുമിത്ര പറഞ്ഞു, എവിടെ ശ്രീരാമചന്ദ്രമൂർത്തി ഉണ്ടോ അതാണ് നിനക്ക് അയോധ്യ. ദശരഥ ചക്രവർത്തിക്കും രാമനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നീ ശ്രീരാമനെ കാണുമ്പോൾ ദശരഥ ചക്രവർത്തിയെ കാണുന്നത് പോലെ തന്നെ ബഹുമാനത്തോട് സേവിക്കണം. പിന്നെ ജാനകി സീതാദേവിയെ കാണുമ്പോൾ നിനക്ക് എൻ്റെ ഓർമ്മ വരണം. അമ്മയെ കാണുന്നത് പോലെ രാമം ദശരഥം വിദ്ധി, അയോധ്യ അടവിം വിദ്ധി, മാം വിദ്ധി ജനകാത്മജ. എനിക്കും ജാനകിക്കും ജനകന്റെ പുത്രിക്കും ഒരു വ്യത്യാസവുമില്ല. സീതയെ കാണുമ്പോൾ നീ എന്നെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കണം. അങ്ങനെ ഒരു ഉപദേശമാണ് ലക്ഷ്മണന് കിട്ടിയത്. ലക്ഷ്മണന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവനും മൂല്യങ്ങളുടെ ജീവിതമാണ്.
മനോഹരമായി രാമായണം വിശദീകരിക്കുന്നു. ലക്ഷ്മണൻ വളരെ മുന്നിൽ നടക്കും, നടുക്ക് സീതയുണ്ടാകും, പുറകെ ശ്രീരാമചന്ദ്രമൂർത്തി നടക്കും. ബഹുമാനം കാരണം ലക്ഷ്മണൻ നല്ല ഒരു അകലം പാലിച്ചാണ് സീതാദേവി അടുത്ത് നിൽക്കുന്നത്. കാലിൻ്റെ മേലെ സീതാദേവിയെ ലക്ഷ്മണൻ കണ്ടിട്ടില്ല, മുഖത്തൊന്നും നോക്കാറില്ല. സംസാരിക്കുമ്പോൾ പാദം നോക്കി തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി സീതാദേവി പോലും അങ്ങോട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞാലും ലക്ഷ്മണൻ വളരെ കൃത്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, ബഹുമാന പുരസ്സരം നിൽക്കുക. രാമായണം പറയുന്നു, സ്വന്തം അമ്മയും ഭാര്യയും പെങ്ങളും അല്ലാതെ അന്യ സ്ത്രീകളെടുത്ത് തമാശ പറയുന്നത് ഒരു നല്ല സ്വഭാവമല്ല, നല്ല കീഴ്വഴക്കമല്ല എന്ന് രാമായണം പറയുന്നു. മറ്റ് എല്ലാ സ്ത്രീകളും, തൻ്റെ ഭാര്യയും ഇതൊക്കെ ഒഴിയെ ബാക്കി എല്ലാ സ്ത്രീകളെയും അമ്മയുടെ സ്ഥാനത്താണ് നമ്മൾ കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. ഇപ്പം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പോലും അന്യ സ്ത്രീകളെ മാതാജി, അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, പഠിക്കണം എന്നാണ് അത് ഉപദേശിക്കുന്നത്. ലക്ഷ്മണൻ ഒരു തമാശ പോലും പറയില്ല, വളരെ അകലം പാലിച്ച് മര്യാദയോടൊക്കെയാണ് സീതാദേവിയെടുത്ത് ഇടപഴകുന്നത്. ചിത്രകൂടത്തിൽ അവർ താമസിക്കുന്ന കാലം ലക്ഷ്മണൻ ഒരു ഗുഹയിൽ ഒരു മലയിലുണ്ടാകും. ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും ഉള്ള പർവ്വത കുന്നിൻ്റെ കുറച്ച് അകലെയായിരിക്കും ലക്ഷ്മണൻ ഇരുന്ന് കാവൽക്കാൽ നോക്കുക, അടുത്തുപോലും വരാറില്ല. അത്രയ്ക്കും ഒരു അച്ചടക്കവും മര്യാദയും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ചിത്രകൂടത്തിൽ വെച്ചാണ് ഈ 14 വർഷ വനവാസത്തിൽ അവർ കൂടുതൽ കാലവും ചിത്രകൂടത്തിൽ ചെലവാക്കി. അതിമനോഹരമായ സ്ഥലമായിരുന്നു ചിത്രകൂടം. ഒരു പടം വരയ്ക്കുന്നത് പോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ആദ്യം ഇവർ മറ്റു ഭാഗങ്ങളിൽ എന്താ പറയുക, മറ്റേ ദശശ്വമേധ ഘാട്ട് അവിടെയൊക്കെ ആയിരുന്നുവെങ്കിലും അവിടെയും സ്ഥിരം പ്രജകൾ കാണാൻ വരുന്നു, ബ്രാഹ്മണര് കാണാൻ വരുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ആലോചിക്കുക, ഞാൻ വനത്തിലേക്ക് വന്നു, പക്ഷെ ഇവിടെ വനമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാ അവർ ചിത്രകൂടത്തിലേക്ക് പോകുന്നത്. ചിത്രകൂടത്തിലേക്ക് ഗുഹന കൊണ്ടുവന്ന് വിടുന്നത്. അവിടെ ഒരു നല്ല രസകരമായ ഒരു കാര്യമുണ്ട്. ആ രാത്രി ഗുഹൻ്റെ അടുത്ത് ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും ചെലവാക്കിയ ആ ഒരു രാത്രി ഗുഹൻ ഉറങ്ങിയിട്ടില്ല. ഗുഹന് സന്ദേശം കിട്ടി, ഭരതൻ എന്തോ അമ്മയും മകനുമായി ചതി ചെയ്താണ് ശ്രീരാമചന്ദ്രമൂർത്തിയെ വനത്തിലേക്ക് പറഞ്ഞു വിട്ടത്. സ്വന്തം സഹോദരൻ വരെ ശ്രീരാമനെ ചതിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ഉള്ളൊരു ദേഷ്യം ഗുഹൻ. എൻ്റെ പ്രഭുവിനെ ഭരതൻ ഇങ്ങനെ ചതിച്ചോ? അന്ന് രാത്രി ഗുഹൻ ഉറങ്ങിയിട്ടില്ല. അവിടെ നല്ല ഒരു രസകരമായ കാര്യം, രാത്രി ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും വിശ്രമിക്കുമ്പോൾ ലക്ഷ്മണൻ അമ്പും വില്ലുമായിട്ട് ഉറങ്ങാതെ, രാമായണം പറയുന്നു, ലക്ഷ്മണൻ വിശ്രമിച്ചിട്ടേയില്ല, ഉറങ്ങാതെ ഇങ്ങനെ കാവലിരിക്കുക, പ്രഭുവിന് ഒന്നും സംഭവിക്കരുത് എന്ന്. ദൂരെ ഗുഹൻ എന്ത് ചെയ്യുന്നു? ഗുഹനും അമ്പും വില്ലും വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി ലക്ഷ്മണനും ഭരതനെ പോലെ ആയിപ്പോയോ? നമ്മുടെ പ്രഭുവിനെ തോൽപ്പിക്കാൻ, ചതിക്കാൻ വേണ്ടി ലക്ഷ്മണനും ഭരതന്റെ കൂട്ടുകൂടിയോ? ഇതെന്താ ഈ ലക്ഷ്മണൻ ഉറങ്ങാതെ അമ്പും വില്ലും വെച്ചിട്ട് ഇരിക്കുന്നത്? അപ്പൊ ഗുഹൻ വളരെയധികം ശ്രദ്ധയോട്, ഈ ലക്ഷ്മണനും ഇനി എന്തെങ്കിലും പ്രഭുവിന് ദോഷം വരുത്തരുത് എന്ന് പറഞ്ഞ് വെച്ചിട്ടിരിക്കുക. രാത്രി നോക്കിയപ്പോൾ ഗുഹന്റെ കാവൽക്കാരന്മാര് ഗുഹൻ അമ്പും വില്ലും വെച്ചിട്ടിരിക്കുകയാണ്. ആഹാ, ഇനി നമ്മുടെ രാജാവും ഭരതന്റെ കൂടെ കൂടിയോ? ശ്രീരാമനെ നശിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് അവരും ആരും ഉറങ്ങാതെ അമ്പും വില്ലും വെച്ചിട്ട് എല്ലാവരും പ്രഭുവിനെ സേവിക്കുകയാണ്. പക്ഷേ അവര് തമ്മിൽ ചെറിയ ഒരു സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല.
കാരണം ഭരതനാ ചതിച്ചതെന്നുള്ള ഒരു വാർത്തയാ ആ സമയത്ത്. ചില സമയം നമ്മളും സേവനമൊക്കെ ചെയ്യുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. ഇവിടെ നോക്കിക്കോളൂ, ലക്ഷ്മണനെ ഗുഹൻ സംശയിക്കുന്നു, ഗുഹനെ മറ്റു കാവൽക്കാരന്മാർ സംശയിക്കുന്നു, എല്ലാവരും സംശയിക്കുന്നു. നമ്മളും സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം ഇതൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ സഹിക്കാനും പൊറുക്കാനും ഉള്ള ഒരു മനസ്സ് വേണം. എത്രയ്ക്കും നമുക്ക് സഹിക്കാനുള്ള മനസ്സുണ്ടോ അത്രയ്ക്കും നമ്മൾ ആത്മീകമായി മുന്നോട്ട് ഉയരും. അങ്ങനെ ഇവർ കൂടുതൽ കാലവും ചിത്രകൂടത്തിൽ സമയം ചെലവാക്കുന്ന ഒരു അവസരമുണ്ടായി. ചിത്രകൂടത്തിൽ 14 വർഷത്തിൽ അധികം ചിത്രകൂടത്തിലായിരുന്നു. അതിസുന്ദരമായ സ്ഥലമായിരുന്നു ചിത്രകൂടം. അപ്പൊ ചിത്രകൂടത്തില് ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവി എടുത്ത് പറയുന്നു, വലിയൊരു സൗഭാഗ്യമാ നമുക്ക്. എന്താണ്? ഇവിടെയാ അത്രി മഹർഷിയും അനസൂയയും രണ്ടുപേരും താമസിക്കുക. അനസൂയ ദേവി, പുരാണങ്ങളിലിരുന്ന് നമുക്ക് അനസൂയയെക്കുറിച്ച് അറിയാം. രാമായണത്തിൽ തന്നെ അനസൂയ ദേവിയുടെ കഥയും പറയുന്നുണ്ട്. ദൈവത്തിനെ പുത്രന്മാരാക്കിയ മഹാതപസ്യ, തപോബലമുള്ള വ്യക്തിയാണ് അനസൂയ. അനസൂയ എന്ന് പറയുമ്പോൾ അസൂയയില്ലാത്ത ഒരു വ്യക്തി. അവരുടെ മനസ്സിൽ കടുകുമണി അളവ് പോലും ആരോടും ഒന്നിനോടും അസൂയയില്ല. അപ്പം നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളെക്കാളും ആരെങ്കിലും ഒരു കാര്യം ഒരു പടി മുന്നോട്ട് നന്നായി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വല്ലാത്ത അസൂയയും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു, നമ്മളെക്കാട്ടും വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്, നമ്മളെക്കാളും സുഖമുണ്ട്, എൻ്റെ സ്വന്തം സഹോദരനാ ഇപ്പോൾ പക്ഷെ ഭയങ്കര നല്ല നിലയിലാ, എൻ്റെ കൂട്ടുകാരനാ. അതിനൊക്കെ വലിയ അസൂയുണ്ട് നമുക്കെല്ലാവർക്കും, ഭയങ്കര അസൂയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കടുകുമണി പോലും അസൂയയില്ലാത്തൊരു വ്യക്തിയാ അനസൂയ. നോൺ എൻവിയസ്, അസൂയയില്ലാത്ത വ്യക്തി. ദൈവങ്ങൾ തന്നെ ഒരിക്കൽ പരീക്ഷിച്ചാൻ വന്നപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ 3 പേരെയും കുഞ്ഞു ബാലന്മാരായി പിടിച്ച് തൊട്ടിലിൽ കിടത്തി. അതൊരു സുന്ദരമായ കഥ, അതും രാമായണത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് അത്രിക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു. ദുർവാസ, സോമൻ, ദത്താത്രേയൻ. ഇവരൊക്കെ ചിത്രകൂടത്തിൽ ആ ജന്മം കൊള്ളുന്നത്. ഈ 3 മഹത് വ്യക്തികളും 3 കുഞ്ഞുങ്ങളെ കൊടുത്തു അനസൂയയ്ക്ക്. മഹാദേവൻ ദുർവാസാവിനെ കൊടുത്തു, ബ്രഹ്മാവ് സോമനെ കൊടുത്തു, വിഷ്ണു ദത്താത്രേയനെ കൊടുത്തു. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി അനസൂയ ദേവിയുടെ മഹിമയെല്ലാം പറഞ്ഞിട്ട് പറയാ, സീതാദേവി, നമ്മൾ ഈ വനത്തിലുള്ള ഈ ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും അനസൂയ ദേവിയും അത്രി മഹർഷിയും സേവിക്കണം. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ സീതാദേവിക്ക് വലിയ സന്തോഷമായി. സീതാദേവി നിരന്തരം അനസൂയയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അനസൂയ ദേവിയെ സേവിക്കുകയും അവരെ കയ്യിലിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ ധർമ്മത്തിനെ കുറിച്ച്, അങ്ങനെ അനസൂയ ദേവി ദിവസവും പലതരത്തിലുള്ള പാഠങ്ങൾ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഉപദേശം കൊടുത്തതാണ്, പല ഉപദേശങ്ങളിൽ ഒന്നാണ് പതിവ്രതയായ ഒരു സ്ത്രീയിൻ്റെ ധർമ്മം എന്താണെന്ന് കുറേ കാര്യങ്ങൾ അനസൂയ ദേവി സീതാദേവിക്ക് പഠിപ്പിക്കാം. അതിൽ ഒന്ന് 4 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പതിവ്രത, ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് സത്യസന്ധമായിരിക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പണ്ടുകാലത്ത് കാളവണ്ടിയുടെ ചക്രത്തിൽ ഒരു ആണി ഉണ്ടാകും. ഈ ആണി ഇളക്കിക്കഴിഞ്ഞാൽ ഈ കാളവണ്ടി മുഴുവനുമായിട്ട് അങ്ങോട്ട് നിലത്ത് വീഴും. ആ ആണിയെ പോലെയാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഒരു അമ്മ. ആ കുടുംബത്തിനെ മുഴുവനും ചേർത്ത് പിടിച്ചു വച്ചിരിക്കുന്നത് ആ അമ്മയാണ്. ആ അമ്മയുടെ കാലം കഴിഞ്ഞാൽ
പിന്നെ സഹോദരൻ സഹോദരിമാരിലൊക്കെ ഇടയ്ക്കുള്ള ബന്ധം അങ്ങോട്ടൊന്ന് കുറയും. അപ്പോൾ ആ ഒരു അമ്മയാണ് ആ കുടുംബത്തിനെ ആ കാളവണ്ടിയെ മുഴുവൻ ആണി പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ കുടുംബത്തിനെ മുഴുവനും പിടിച്ചിരിക്കുന്നു. ആണി എടുത്തു കഴിഞ്ഞാൽ ആ കാളവണ്ടി അങ്ങനെ ചരിഞ്ഞോളും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വീട്ടിനകത്ത് പല സാഹചര്യങ്ങളിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ പല രഹസ്യങ്ങളും പറയും. അത് ഈ അന്ത്യമില്ലാതെ കിണറ്റിനകത്ത് എറിയുന്ന വസ്തുവിനെ പോലെ അതങ്ങ് ഹൃദയത്തിനകത്ത് പോയിക്കൊള്ളണം. അത് അടുത്ത ദിവസം നാടറിയാൻ പാടില്ല. രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ശക്തി. ഇത് അടുത്ത ദിവസം മുഴുവനും വാട്സാപ്പിൽ മെസ്സേജിലിട്ട് നാട്ടിനെ അറിയിക്കുക എന്നുള്ളതല്ല. പിന്നെ നാലാമത്തത്, സുഖദുഃഖത്തിൽ, ലാഭത്തിലും നഷ്ടത്തിലും കുടുംബത്തോട് ഒരുമിച്ചിരിക്കുക. അപ്പം ചെന്നിട്ട് എനിക്ക് എന്തുമാത്രം നല്ല പ്രപ്പോസലൊക്കെ വന്നു, ഏത് കഷ്ടകാലത്തിനാണോ ഞാൻ നിങ്ങളോടൊപ്പം വന്നത് എന്ന് വേർതിരിച്ച് കുടുംബത്തിനെ പിരിച്ചു നോക്കാതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. സീതാദേവിക്ക് അനസൂയദേവി ഉപദേശങ്ങൾ കൊടുത്തു. അതെല്ലാം സീതാദേവി വളരെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തു. ശ്രീരാമചന്ദ്രമൂർത്തിയും അതേസമയം ഋഷിമാരെയും മുനിമാരെയും എല്ലാം കണ്ട് അവരെ സേവിച്ച് അവരുടെ കയ്യിലിരുന്ന് അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിത്രകൂടത്തിലുണ്ടായിരുന്ന കാലഘട്ടം അവർ വളരെ മനോഹരമായി ഉപയോഗിച്ചു. എന്നും അനസൂയദേവിയെ കാണുകയും മറ്റു ഋഷിമാരും ഋഷിപത്നിമാരെ കാണുകയും പ്രഭു അവരെയൊക്കെ സേവിക്കാൻ തുടങ്ങി. ഭഗവാൻ തന്നെ ഋഷിമാരെ സേവിക്കുന്നത്, അതായത് സർവസംഗ പരിത്യാഗിയായ സന്യാസി ശ്രേഷ്ഠന്മാരെ സേവിക്കുന്നത് ഗൃഹസ്ഥർക്ക് വലിയ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുയുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാം. മഹാപ്രഭുവും മറ്റ് ഉയർന്ന ഭക്തരും വരുമ്പോൾ ഗൃഹസ്ഥർ ഓടിച്ചെന്ന് വരൂ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കൂ. ഭക്തരെ നമ്മുടെ വീടുകളിൽ ക്ഷണിച്ച് പ്രസാദം കഴിക്കാൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും പഴമോ എന്തെങ്കിലും വസ്ത്രമോ ദക്ഷിണ കൊടുക്കുന്നതും, നമ്മൾ മറ്റുള്ളവരുടെ വീടുകളിൽ ചെന്ന് ഭക്ഷണം, ഇതൊക്കെ ഒരു വൈഷ്ണവ ആചാരമാണ്. രൂപഗോസ്വാമി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 6 കാര്യങ്ങൾ. എന്താണ്? ഭുങ്തേ ഭോജയത്തെ ചൈവ ഷഡ്ഭിർ പ്രീതി ഭക്തി ലക്ഷണം 6 പറയുന്നുണ്ട്. നമ്മൾ ഇത് എന്താ പറയുക, ഗുഹ്യമാക്യാത്തി പൃച്ഛത്തി, രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് പറയുകയും അവരെ പക്കലിരുന്ന് അത് വിശ്വാസപൂർവം കേൾക്കുകയും പ്രസാദം കൊടുക്കുകയും പ്രസാദം കഴിക്കുകയും, ഇതൊക്കെ വൈഷ്ണവ ആചാരങ്ങളാണ്. അങ്ങനെ ശരിക്കും ഒരു ഗൃഹസ്ഥധർമ്മം ചിത്രകൂടത്തിൽ വനത്തിൽ വച്ച് ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും പ്രകടിപ്പിച്ചു. ആ വനത്തിൽ അനേകം കാര്യങ്ങൾ നടന്നു. ഇനി ഒന്നാണ് ആ വനവാസ സമയത്ത് നടന്നത്. ജയന്തൻ, അതായത് അതും ചിത്രകൂടത്തിൽ നടന്നതാ. ജയന്തൻ ഇന്ദ്രന്റെ മകൻ സീതാദേവിയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു പോയി. ഒരു കാക്കയുടെ രൂപം എടുത്തിട്ട് സീതാദേവിയും ശ്രീരാമചന്ദ്രമൂർത്തിയും ഏകമായി ഒറ്റയ്ക്ക് ഇരുന്ന് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടിരിക്കുക. കാക്കയുടെ രൂപം എടുത്തിട്ട് ചെന്നിട്ട് സീതാദേവിയുടെ ദേഹത്തൊക്കെ കുത്താൻ തുടങ്ങി. കാമാസക്തി പൂണ്ട ജയന്തൻ ആദ്യം സീതാദേവി ആ കാക്കയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടിച്ചു. പക്ഷെ ആ കാക്ക പോകുന്നില്ല. പ്രഭുവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ പ്രഭു ഒരു പുൽക്കൊടി എടുത്തിട്ട് ആ കാക്കയുടെ മീതെ വലിച്ചെറിഞ്ഞു. ആ പുല്ല് കാക്കയെ ഓട്ടിക്കാൻ തുടങ്ങി. ജയന്തൻ ഭയന്ന് അവിടെ നിന്ന് ഓടി. പക്ഷേ ആ പുൽക്കൊടി പുറകേ വന്ന് ആ കാക്കയുടെ കണ്ണിൽ ഒരു കുത്തി. ഇന്നും അതൊരു അത്ഭുതമാണ്. സയൻസ് പരമായിട്ടും കാക്കയ്ക്ക് ഒരു കണ്ണിൽ മാത്രമേ കാഴ്ചയുള്ളൂ. 2 കണ്ണുണ്ടെങ്കിൽ അത് ഒരു സൈഡിൽ കൂടെയേ നോക്കുള്ളൂ. ഒരു കണ്ണിലേ അതിന് കാഴ്ചയുള്ളൂ. മാത്രമല്ല
ഇന്നും ആ മഹാ അത്ഭുതം, ചിത്രകൂടത്തിൽ കാക്കയില്ല. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഭാരതത്തിലെ വെച്ച് കാക്കയില്ലാത്ത ഒരു ഗ്രാമം ഏതാണെന്ന് സെർച്ച് ചെയ്താൽ ചിത്രകൂടത്തിൻ്റെ പേര് വരും. എനിക്ക് മലേഷ്യയെക്കുറിച്ച് അറിഞ്ഞുകൂടെ കാക്കയുണ്ടോ ഇല്ലെന്ന്. പക്ഷെ ഇന്ത്യയിൽ എവിടെ പോയാലും കാക്കയെ കാണാം, കാക്കയില്ലാത്ത സ്ഥലമില്ല. പക്ഷെ ചിത്രകൂടത്തിൽ കാക്കയില്ല. മഹാ അത്ഭുതമാണത്. പിന്നെ ജയന്തൻ വന്ന് മാപ്പ് ചോദിച്ചു. അത്രയ്ക്കും കാമാസക്തിയായിരുന്നു ജയന്തൻ. ആ ഒരു ലീലയും ചിത്രകൂടത്തിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെ സീതാദേവിക്ക് വളരെയധികം സന്തോഷം തോന്നി, മനസ്സെല്ലാം അലിഞ്ഞ് സീതാദേവി ശ്രീരാമചന്ദ്രമൂർത്തി എടുത്ത് പറയാ, അങ്ങയുടെ മഹിമ, അങ്ങയുടെ സൗന്ദര്യം, അങ്ങയുടെ വീരം, യശസ്, തേജസ്, ഇതുപോലെ ഭൂമിയിൽ ഇനിയൊരാൾ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെച്ചാണ് ചെറിയൊരു സൂചന. എന്നെക്കാളും സുന്ദരനായ ഒരു പുരുഷൻ വീണ്ടും ഭൂമിയിൽ അവതരിക്കും എന്ന് കൃഷ്ണ ഭഗവാനെ കുറിച്ചൊരു സൂചന ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ കൈകൊണ്ട് ആ രൂപം കൊത്തിയതായും പറയുന്നുണ്ട്. ആ വിഗ്രഹം ഇന്നും ഇന്ത്യയിൽ ഒറീസയിൽ ബാലാഷോർ, റെമുണ, കീർച്ചോർ ഗോപിനാഥ് കൃഷ്ണന്റെ ഒരു വിഗ്രഹമാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ മാധവേന്ദ്രപുരിക്കായിട്ട് ഭഗവാൻ വന്ന് വെണ്ണ മോഷ്ടിച്ച് വെച്ച ഒരു കഥയുണ്ട്. ആ വിഗ്രഹം ചിത്രകൂടത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി കൊത്തിയതായിട്ടും അവിടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇങ്ങനെ വനവാസകാലത്ത് സീതാദേവിയെടുത്ത് ശ്രീരാമചന്ദ്രമൂർത്തി പറയാ, സുഖദുഃഖ ലാഭനഷ്ടം എല്ലാം സഹിക്കുന്ന ഒരാളാണ് മഹാത്മാ. നമ്മുടെ ജീവിതത്തിൽ അനേകം പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളെല്ലാം എത്രയ്ക്കും നമുക്ക് സഹിക്കാൻ പറ്റും, അതാണ് ഏറ്റവും വലുതായിട്ട് ഇങ്ങനെ പറയുന്നത്. സീതാദേവിക്ക് ഉപദേശിക്കുകയും ആ 14 കൊല്ലത്തിൽ 13 വർഷകാലം സീതാദേവി വളരെയധികം സന്തോഷത്തോട് എന്നും കൈകേയിക്ക് നന്ദി പറഞ്ഞിട്ട് ഈ 14 കുറച്ചല്ലോ, ഇത് അല്പം കൂടെ കൂടിയാൽ എന്താ എന്നുവരെ സീതാദേവി ആഗ്രഹിക്കുകയും എല്ലാവർക്കും സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ഇതുണ്ടായി. ഋഷിമാർക്കൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന ഒരിതാണ്. അത് കഴിഞ്ഞാണ് അവർ പഞ്ചവടിയിലേക്ക് 14ാമത്തെ വർഷം ഏകദേശം പഞ്ചവടിയിലേക്ക് പോകുന്നത്. പഞ്ചവടിയിൽ പോകാൻ പല കാരണമുണ്ട്. അവിടെ മഹാദേവൻ ത്രയംബകേശ്വരനായി തപസ്യ ചെയ്ത സ്ഥലം, ദേവഗണങ്ങൾ തപസ്യ ചെയ്ത്, അങ്ങനെ പഞ്ചവടിയുടെ മഹിമയൊക്കെ കേൾക്കുക. അപ്പൊ ഈ 13 വർഷത്തിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ള പുണ്യസ്ഥലങ്ങളിൽ പോവുക, വനങ്ങളിൽ താമസിക്കുക, അവിടുത്തെ ഋഷിമാരെയൊക്കെ സേവിക്കുക, നദികളിൽ കുളിച്ച് തപസ്യ ചെയ്ത് ഇങ്ങനെ ചെലവാക്കാണ്. അപ്പോഴാണ് പഞ്ചവടിയുടെ മഹിമ കേൾക്കുന്നത്. പഞ്ചവടിയിൽ എല്ലാ ദേവഗണങ്ങളെല്ലാം തപസ്യ ചെയ്ത സ്ഥലമാണ്, പുണ്യഭൂമിയാണ് എന്നൊക്കെ പറയുമ്പോൾ 14ാമത്തെ വർഷം ഇവർ പഞ്ചവടിയിലേക്ക് പോവുകയാണ്. അവിടെ ഈ 5 മരങ്ങൾക്ക് മോക്ഷം കിട്ടിയതും ഇങ്ങനെ പല അനേകം ലീലകൾ നടന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അവിടെയാണ് ഈ ശൂർപ്പനഖ ഭർത്താവിനെ നഷ്ടപ്പെട്ട്, അതാണ് ഈ രാക്ഷസന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശൂർപ്പനഖ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ രാവണന്റെ സഹോദരിയാ ശൂർപ്പനഖ. എന്നാൽ രാവണൻ ഒരു യുദ്ധസമയത്ത് രാവണനെ കൂടെ സഹായിക്കാൻ പോയതാണ് ശൂർപ്പനഖയുടെ ഭർത്താവ്, അളിയൻ. യുദ്ധത്തിന്റെ ആവേശത്തിൽ ശത്രുക്കളെ കൊല്ലുന്ന രാവണൻ തൊട്ടടുത്ത് നിന്ന് സഹോദരിയുടെ ഭർത്താവിനെയും ചേർത്ത് കൊന്നുകളയും. ഈ രാക്ഷസന്മാരെ സ്വാർത്ഥരെടുത്ത് കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം. ഇതാണ് രാമായണം പറയുന്നത്. സ്വാർത്ഥന്മാരുണ്ട്, തൻ്റെ ഫലം മാത്രം മോഹിക്കുന്ന, തൻ്റെ ലാഭനഷ്ടങ്ങൾ മാത്രം
മാത്രം ആഗ്രഹിക്കുന്നവർ അവരെ കൂടെ കൂട്ടുകൂടുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുണ്ടാവണം. ഈ രാവണൻ സ്വന്തം ശൂർപ്പനഖയുടെ ഭർത്താവിനെ വെട്ടി. അങ്ങനെ ഒരു പിണക്കത്തിലാണ് രാവണന്റെ കൂടെ ഇരുന്ന് പിണങ്ങി തൻ്റെ വേറെ അമ്മയിൽ ജനിച്ച സഹോദരന്മാരായ കരദൂഷണന്മാരുടെ കൂടെ പഞ്ചവടിയിൽ വന്ന് കൂടിയിരിക്കുകയാണ് ശൂർപ്പനഖ. രാമായണം വിശദീകരിക്കുന്നുണ്ട് ശൂർപ്പനഖയെക്കുറിച്ച്. ചെമ്പിച്ച മുടികളും ചെമ്പ് നിറത്തിലെ കണ്ണുകളും വളരെ കൂർത്ത നഖങ്ങളും. രാമായണത്തിൽ ശൂർപ്പനഖയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് വിവരിക്കുക. ഇതിൽ തമാശ എന്താന്ന് വെച്ചാൽ ഈ വിശദീകരണമെല്ലാം ഇന്ന് കാലത്ത് ഫാഷനായിട്ട് നമ്മളൊക്കെ പാലിക്കുന്ന കാര്യങ്ങളാണ്. കൂർത്ത നഖവും അതിൽ പെയിന്റ് അടിക്കലും തലമുടിക്ക് പെയിന്റ് അടിക്കലും ഇതൊക്കെ ശൂർപ്പനഖയുടെ ലക്ഷണങ്ങളായിട്ട് രാമായണം പറയുന്നു. ഇന്ന് അതൊക്കെ ഫാഷനാണ്, പലരും അത് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട് തനിക്കൊരു ജീവിത പങ്കാളിയെ അലഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ആഗ്രഹം തലയ്ക്ക് പിടിച്ച ശൂർപ്പനഖ അങ്ങനെ കാട്ടിൽ വെച്ച് ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനെയും ശൂർപ്പനഖ കാണും. കണ്ടപാട് ശൂർപ്പനയ്ക്ക് രാമനെ, ശ്രീരാമചന്ദ്രമൂർത്തിയെ ഇഷ്ടപ്പെട്ടു. എന്തൊരു സൗന്ദര്യം! ഉടനെ ആ വ്യക്തിയെ എൻ്റെ സ്വന്തമാക്കണം. അതാണ് കാമാസക്തി. കാണുന്നത്, ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം. അത് കലികാലത്ത് നമുക്കുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അത് നല്ലതാ, ആ വസ്തു നല്ലതാ, ഈ സാധനം ഉടനെ എനിക്കും വേണം, എനിക്കും വേണം, എൻ്റെതാക്കണം. ആ ആഗ്രഹത്തിന് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും നിരാശ പ്രകടിപ്പിച്ചാൽ നമ്മൾ ഉടനെ അവിടെ എതിർക്കും, ഭയങ്കരമായി എതിർക്കും. ഇതെല്ലാം സ്വാർത്ഥരുടെ ലക്ഷണമാണ്. ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ട ഉടനെ ഈ വ്യക്തിയെ എൻ്റെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞിട്ട് രാക്ഷസിയായതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് നല്ല മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന സൗന്ദര്യത്തിലുള്ള രൂപത്തിൽ മാറി. രാമായണം പറയുന്നു അങ്ങനെ ആടി ആടി ശൂർപ്പനഖ രാമൻ്റെ അടുത്ത് വരാം. വന്നിട്ട്, ഹേ സുന്ദര പുരുഷ, നിന്നെ കണ്ടാൽ വളരെ യോഗ്യനെ പോലെ ഇരിക്കുന്നു. നീ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? എനിക്ക് ഈ വനപ്രദേശങ്ങൾ മുഴുവനും അറിയാം. ഇവിടുത്തെ തടാകങ്ങളും കുളങ്ങളും ഉദ്യാനവും ഇതെല്ലാം എനിക്കറിയാം. ഞാൻ നിന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാം, എൻ്റെ കൂടെ കൂടിക്കോളൂ എന്നൊക്കെ പറയുന്നു. കണ്ടപാട് തന്നെ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒരു ചിരിയാ വന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ശൂർപ്പനഖ, പേരല്ല, ദേവി, എനിക്ക് ഓൾറെഡി വിവാഹം കഴിഞ്ഞു, വിവാഹിതനാ ഞാൻ. പക്ഷേ അതാ ദൂരെ എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ടില്ല. അതായത് രാമായണത്തിൽ പറയുന്നു ശ്രീരാമചന്ദ്രമൂർത്തി അങ്ങനെ കള്ളം പറയുന്ന ആളല്ല. ഒരു തമാശയ്ക്കായിട്ട് ശൂർപ്പനഖ എടുത്ത്. അപ്പം അവിടെ ഒരു ലെസൺ, ഒരു പാഠമുണ്ട്. രാക്ഷസിയാണെങ്കിൽ പോലും ആ തമാശ വേണ്ടാമായിരുന്നു. അതാ ആ ലക്ഷ്മണൻ എൻ്റെ സഹോദരനാ, വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒറ്റയ്ക്കാ, എന്നെക്കാളും മിടുക്കനാ. അപ്പോൾ ഈ രാക്ഷസി ശൂർപ്പനഖ വിചാരിച്ചു, അദ്ദേഹം പറയണതും ശരിയാണ്, ശരി, കല്യാണം കഴിഞ്ഞ ആൾ, എനിക്ക് വേണ്ട. ആ വ്യക്തിക്ക് എന്താ കുറവ്? നേരെ അങ്ങോട്ട് പോയി. ഉടനെ ലക്ഷ്മണൻ ചിരിച്ചിട്ട് പരിഹസിച്ച് പറഞ്ഞു, ദേവി, ഞങ്ങൾ രണ്ടുപേരെയും നോക്കും. നിന്നെപ്പോലെ സൗന്ദര്യമുള്ള വ്യക്തിക്ക് ഞങ്ങൾ രണ്ടുപേരിൽ ബെസ്റ്റാണ് എപ്പോഴും ശരി. ഞാൻ സെക്കൻഡ് ബെസ്റ്റാണ്, ഞാൻ രണ്ടാമനാണ്. സൗന്ദര്യത്തിലും വീരത്തിലും പരാക്രമത്തിലും എല്ലാത്തിലും ഉയർന്ന അദ്ദേഹമാണ്. നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നേ? നിനക്കെപ്പോഴും ഉയർന്നതാണ് ശരി, അങ്ങോട്ട് പോ. ശൂർപ്പനഖ വിചാരിച്ചു, ഈ വ്യക്തി പറയണതും ശരിയാണല്ലോ, ഞാൻ എന്തിനാ സെക്കൻഡ് ആളെടുത്ത് പോണത്? വീണ്ടും രാമൻ്റെ അടുത്ത് വന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും കളിയാക്കിക്കൊണ്ട് ശൂർപ്പനഖ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു. ധർമ്മശാസ്ത്രം പറയുന്നു, സ്ത്രീകളെടുത്ത് തമാശയ്ക്ക് പോലും അത് വേണ്ടാമായിരുന്നു.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പ്രാവശ്യം നടന്നപ്പോൾ തന്നെ ശൂർപ്പനഖയുടെ ഒരു എന്താ പറയുക സമനില തെറ്റി. തിരിച്ചു വന്നപ്പോൾ ശൂർപ്പനയ്ക്ക് ശ്രീരാമചന്ദ്രമൂർത്തി പരിചയപ്പെടുത്തി കൊടുത്തു, ഇതാണ് എൻ്റെ ധർമ്മപത്നി സീത. വെളിയിൽ എന്തോ സംഭാഷണം കേട്ട് കുടിലിനകത്തിരുന്ന് പുറത്തു വന്ന സീത. ശൂർപ്പനഖ കണ്ട പാട് എൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ഈ വ്യക്തിയാണ്. ഉടനെ ആ മായാ ശരീരമെല്ലാം മാറി രാക്ഷസി രൂപമെടുത്ത് നേരെ ചെന്ന് ശൂർപ്പനഖ സീതാദേവിയുടെ കഴുത്തിൽ പിടിക്കും. ഇത് പ്രതീക്ഷിച്ചില്ല. ശ്രീരാമചന്ദ്രമൂർത്തി എന്താ പറയുക സീതാദേവി രക്ഷിക്കാൻ നോക്കുന്നു. അവിടെ ദൂരെ ഇരുന്ന് ലക്ഷ്മണൻ ആയുധമെടുത്ത് എറിഞ്ഞു. അത് ശൂർപ്പനഖയുടെ മൂക്കും ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളൊക്കെ മുറിച്ചു. അത് ചെന്ന് വീണത് കൊണ്ടാണ് ആ സ്ഥലത്തിന് നാസിക്, ഇന്നും ഭാരതത്തിൽ ആ ഗ്രാമം, ആ നഗരമുണ്ട് നാസിക്. ശൂർപ്പനഖയുടെ നാസിക മൂക്ക് ചെന്ന് അങ്ങനെ ചോരയും പിടിച്ചുകൊണ്ട് സഹോദരന്മാരായ കരദൂഷണന്മാരെടുത്ത് ചെന്നു. അവർ മൊത്തം 14,000 പേരുള്ള സൈന്യമാണ്. ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭു അങ്ങ് നിന്നോളൂ, സീതാദേവിയോടൊപ്പം ഞാൻ പോയി യുദ്ധം ചെയ്യാം. ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ലക്ഷ്മണ വേണ്ട, നീ സീതാദേവിയോടൊപ്പം ഇവിടെ ഇരുന്നോ, ഞാൻ പോവാം. രാമായണം പറയുന്നു, ഏകനായി ഒറ്റയ്ക്ക് നിന്ന് കരദൂഷണന്മാർ 14,000 പേരെയും വധിച്ചു. ആ ശ്ലോകങ്ങൾ ശ്രീരാമന്റെ പരാക്രമം വിവരിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറെ ഗതിയില്ലാതെ ശൂർപ്പനഖ രാവണന്റെ സഹായം അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ രാമായണത്തിൽ പറയുന്നു, ശ്രീരാമന്റെ ആ ഭുജങ്ങളുടെ പരാക്രമം 14,000 സൈന്യത്തിനെയും ഒറ്റയ്ക്ക് നിന്ന് വധിച്ച് ശ്രീരാമചന്ദ്രമൂർത്തി. കൈകൾ, ഭുജങ്ങളുടെ പരാക്രമം അന്ന് തെളിയിച്ചു. പിന്നെ പാദത്തിൻ്റെ, കാലിൻ്റെ അനുഗ്രഹം, തൻ്റെ കാൽപാദം ഒരു കല്ലിൻ്റെ മീതെ വെച്ചപാട് തന്നെ അഹല്യയ്ക്ക് മോക്ഷം കിട്ടിക്കുന്നു. ഭഗവാന്റെ കൈകളുടെയും പാദങ്ങളുടെയും പരാക്രമം അവിടെ അത് വിവരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശൂർപ്പനഖ പിണങ്ങിയിരുന്ന സഹോദരൻ രാവണനെ കാണാൻ പോകുന്നത്. സ്നേഹം കൊണ്ടല്ല ശൂർപ്പനഖ രാവണന്റെ അടുത്ത് പോകുന്നത്. എങ്ങനെയെങ്കിലും ആ സീതയെ കൊല്ലണം, അല്ലെങ്കിൽ നശിപ്പിക്കണം, രാമനെ തനിക്ക് കിട്ടണം. പക്ഷെ അവിടെ ചെന്ന് കഥ അവതരിപ്പിച്ചപ്പോഴോ നേരെ തിരിച്ച്. ശൂർപ്പനഖ വന്ന് കരയുന്നു, നിലവിളിക്കുന്നു, മൂക്ക് പൊട്ടിയിരിക്കുന്നു, ചോര ഒലിക്കുന്നു. രാവണനൊരു ശ്രദ്ധയൊന്നുമില്ല. രാവണൻ ചോദിച്ചു, എന്താ പറ്റിയ എന്താ? അപ്പൊ രാവണന്റെ ശ്രദ്ധ പിടിക്കാനായിട്ട് ശൂർപ്പനഖ പറഞ്ഞു, സഹോദര, ഞാൻ പോയത് എനിക്ക് വേണ്ടിയല്ല. അവിടെ ഈ പ്രപഞ്ചത്തിൽ 14 ഭുവനം, 14 ലോകത്തിലും കാണാത്ത സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ അവിടെ കണ്ടു. ആ പെണ്ണ് എന്തുകൊണ്ടും നിനക്ക് യോജിച്ചവളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് രാവണന്റെ ശ്രദ്ധ. അപ്പൊ രാവണൻ, അതാരാത്, അങ്ങനെ ഒരാളുണ്ടോ? അപ്പോൾ അവിടെ സീതാദേവിയുടെ സൗന്ദര്യം ശൂർപ്പനഖ രാവണന് പറഞ്ഞു കൊടുക്കുകയാണ്. രാവണൻ വേദങ്ങൾ പഠിച്ച ആളാ, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാ, സംഗീതം, എന്താ പറയുക, ഈ വാദ്യഘോഷങ്ങളും മറ്റേ മ്യൂസിക്കലും എല്ലാം തികഞ്ഞ ഒരാളാണ്. പക്ഷേ കാമം, ഈ ഒന്ന് കാരണം തൻ്റെ എല്ലാ സൽസ്വഭാവങ്ങളും നശിപ്പിച്ച ഒരാളാണ് രാവണൻ. മാമനായ മാരീചനെ വിളിച്ചു. മാരീചന് പണ്ടേ അറിയാം നാരായണന്റെ വിഷ്ണുവിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് ഉണ്ടായ ദോഷം. രാവണന് 3 മാമന്മാരാണ്, മാലി, മാല്യവാൻ, സുമാലി, 3 പേര്. ഈ 3 പേരാണ് ഇന്നത്തെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് മുഴുവനും ഭരിച്ചത്. അതുകൊണ്ടാണ് അവിടെയൊക്കെ രാമായണത്തിൻ്റെ ബന്ധം നമുക്കവിടെ കാണാൻ പറ്റും. മാലി, മാല്യവാൻ, സുമാലി. ഇന്ന് നമ്മുടെ ഇന്തോനേഷ്യ, ജക്കാർത്ത, ബാലി, മലേഷ്യ, തായ്ലാൻഡ്,
ഈ രാജ്യങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ രാമായണത്തോട് ബന്ധപ്പെട്ട രാജ്യങ്ങളായിരുന്നു. ഇതെല്ലാം ഭരിച്ചത് രാവണന്റെ 3 മാമന്മാരാ. മാലി ഭരിച്ചതാണ് ബാലി, മാല്യവാൻ ഭരിച്ചത് മലേഷ്യ, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും രാമായണമായിട്ട് ബന്ധമുണ്ട്. അവരെയൊക്കെ ഒരാൾ ഒഴിയെ ബാക്കി 2നെയും വിഷ്ണു യുദ്ധത്തിൽ കൊന്നു. ഒരാൾ പേടിച്ച് വന്ന് രാവണന്റെ കൂടെ കൂടി. ആ മാല്യവാൻ പറഞ്ഞു, രാവണ വേണ്ട, എനിക്ക് വിഷ്ണുവിനെ കുറിച്ച് അറിയാം, ആ വിഷ്ണുവിൻ്റെ അവതാരമായത്, വേണ്ട, എനിക്ക് പണ്ടേ പൊള്ളിയിട്ടുണ്ട് കൈ, എന്തൊക്കെയോ പറഞ്ഞപ്പോൾ രാവണന്റെ തലയ്ക്കകത്ത് കാമാസക്തി, എങ്ങനെയെങ്കിലും സീതയെ കിട്ടിയേ മതിയാകും. അവസാനം രാവണൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്ന അല്ല, ഞാൻ കൊല്ലണം നിന്നെ. അപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും എൻ്റെ മരണം ഉറപ്പായി. ഈ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും ശ്രീരാമന്റെ കൈകൊണ്ട് മരിക്കാമെന്ന് വിചാരിച്ച അദ്ദേഹം മാനായി, ആ മായാമാനായി, മാരീചൻ. മാരീചൻ എന്ന വാക്കിനർത്ഥം മായുന്ന ഒന്ന് എന്നാണ്. നമ്മൾ വേനൽക്കാലത്ത് റോഡിൽ പോകുമ്പോൾ മരീചിക, മൈരാജ് ഇത് കാണും. ഈ വാക്ക് മാരീചൻ എന്ന വാക്കിൽ നിന്ന് വന്നതാ, മൈരാജ്. എന്താണ്? ദൂരെ റോഡിൽ വെള്ളം കിടക്കുന്നത് പോലെ തോന്നും. വാഹനം അടുത്ത് പോയാൽ വെള്ളം കുറച്ചും കൂടെ അകലെ കിടക്കുന്നത് പോലെ തോന്നും. വാഹനം വീണ്ടും അടുത്ത് പോകുമ്പോൾ വെള്ളം കുറച്ചുകൂടെ, മരീചിക, മാരീചൻ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അങ്ങനെ സ്വർണമാനായി ചെന്ന് സീതാദേവിയുടെ മുമ്പേ കളിക്കാൻ ഇതൊക്കെ തുടങ്ങി. സീതാദേവി ആ സ്വർണമാനിനെ ആഗ്രഹിച്ചു. അവിടെ ആചാര്യന്മാർ ചോദിക്കുന്നത്, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവി ഇനി ഒരു സ്വർണത്തിനെ കണ്ട് മോഹിക്കുക എന്തിനാ? ഭഗവാന്റെ നിശ്ചയമായിരുന്നു അങ്ങനെ ഒരു ലീല നടക്കണം എന്ന്. അല്ലെങ്കിൽ സീതാദേവിക്ക് സ്വർണമാനിനെ കണ്ട് ആഗ്രഹിക്കേണ്ട ഒരു കാര്യവുമില്ല. സീതാദേവി തന്നെ ലക്ഷ്മി ദേവിയാ. എന്നാലും ആ മാനിനെ ആഗ്രഹിച്ചു. വേണമെന്ന് ശാഠ്യം പിടിച്ചു. ശ്രീരാമചന്ദ്രമൂർത്തി പുറകെ ചെന്ന് മായയാണെന്നും ഭഗവാന് മനസ്സിലായി. കാരണം ഇവിടെ മറയുന്നു, അവിടെ പ്രത്യക്ഷമാകുന്നു, അവിടെ പ്രത്യക്ഷമാകുന്നു, അങ്ങോട്ട് മറയുന്നു. അവിടെ സീതാദേവി ലക്ഷ്മണന്റെ നേരെ ഒരു അപരാധം ചെയ്തു. അകത്തിരുന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ നിലവിളി കേട്ടപ്പോ സീതാദേവി പേടിച്ചു പോയി. ലക്ഷ്മണ, പ്രഭുവിന് എന്തോ സംഭവിച്ചു, നീ ചെല്ല്. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭുവിനെ തോൽപ്പിക്കുന്ന ഈ ഒരു ശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ സീതാദേവി ഒന്ന് സമാധാനപ്പെട്ടു. വീണ്ടും സീതേ ലക്ഷ്മണ അഭയം അഭയം എന്ന് മാരീചൻ വിളിച്ചപ്പോ സീതാദേവിയുടെ സമനില തെറ്റി. ലക്ഷ്മണ നീ ചെല്ല്. ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭു ഒന്നും വിഷമിക്കേണ്ട, ഇത് ഏതോ മായയാണ്. ശ്രീരാമചന്ദ്രമൂർത്തി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സീതാദേവി ഒരു വാക്ക് പറഞ്ഞു, ലക്ഷ്മണ നിന്റെ ഉള്ളെനിക്ക് മനസ്സിലായി. രാമന് എന്തെങ്കിലും കാട്ടിൽ സംഭവിക്കണം, നീ എന്നെ പ്രാപിക്കാമെന്ന് വിചാരിച്ചല്ലേ, അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. അത് കേട്ടപ്പോ അമ്പിനെ തീയിൽ പഴിപ്പിച്ച് ഹൃദയത്തിൽ കുത്തിയ വേദന ലക്ഷ്മണനുണ്ടായി. ഈ ദേവിയാണോ എന്നെ പറയുന്നത്? അത് കഴിഞ്ഞപ്പോൾ ജഡം പോലെ, ജീവനില്ലാത്ത ഒരു ജഡം പോലെ ലക്ഷ്മണൻ കാട്ടിനകത്ത് ചെന്നു. ആ ഒരു വാക്ക് ലക്ഷ്മണനെ വേദനിപ്പിച്ചതാണ് ശ്രീരാമചന്ദ്രമൂർത്തിയിലിരുന്ന 14ാമത്തെ വർഷം സീതാദേവിക്ക് പിരിയാനൊരു കാരണമായത്. ആ അപരാധം ചെയ്യാതിരുന്നെങ്കിൽ പിരിയില്ല. അവിടെ പറയുന്നു, ഭക്തന്മാരെ വേദനിപ്പിച്ചാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവവും ഇതുപോലെ ഇറങ്ങിപ്പോകും, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാണ്ടേ ആകും എന്നൊക്കെ. പിന്നെ രാവണന് എളുപ്പമായിരുന്നു. ഹരേ കൃഷ്ണ. ആരണ്യകാണ്ഡത്തിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിക്കാൻ അവസരം തന്ന ഗീതാ അക്കാഡമി ഭക്തന്മാർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.